നാട്ടിലൊരു കളിസ്ഥലം വേണം. അപ്പോൾ നാട്ടുകാരങ്ങ് തീരുമാനിച്ചു സദ്യ ഒന്നിച്ച് കഴിക്കാമെന്ന്. അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒന്നിച്ചിരുന്നൊരു സദ്യ കഴിച്ചാൽ ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയൊക്കെ ആശ്ചര്യപ്പെട്ടവർക്കും അത്ഭുതപ്പെട്ടവർക്കും കണ്ണൂർ മയിൽ തായംപൊയിലിലെ നാട്ടുകാർ കാണിച്ചു തരും സദ്യ കഴിച്ച് കളിസ്ഥലം ഉണ്ടാക്കാനുള്ള കൂട്ടായ്മയുടെ മാന്ത്രിക വിദ്യ. ചോറ്, രസികൻ സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പച്ചടി, നാരങ്ങാക്കറി, രസം, മോര്, ഓലൻ, പ്രഥമൻ, പപ്പടം, പഴം. വിഭവങ്ങൾ 18 എണ്ണം. കല്യാണത്തിന് സദ്യ ഒരുക്കിയതല്ല, ഓണത്തിന് സദ്യ വിളമ്പിയതുമല്ല. കളിസ്ഥലമുണ്ടാക്കാൻ ഒരു നാടൊരുക്കിയ സ്നേഹസദ്യയാണ്. കണ്ണൂർ ജില്ലയിലെ മയിൽ തായംപൊയിൽ ദേശവാസികളുടേതാണ് ഈ വേറിട്ട മാതൃക. ഇതെന്താണ് ഇവരുടെ പരിപാടിയെന്ന് ഇനിയും മനസ്സിലാകാത്തവർക്ക് കാര്യമൊന്ന് ചുരുക്കി പറയാം. സബ്ദർ ഹാഷ്മി വായനശാല, തായംപൊയിലിന്റെ സ്പന്ദനം. പുതുതലമുറയ്ക്ക് കളിക്കാൻ കളിസ്ഥലം വേണം. 6 മാസം മുൻപ് പ്രാഥമിക പ്രവർത്തനം തുടങ്ങി. 27 സെന്റ് സ്ഥലം പൊന്നും വിലയ്ക്ക് വാങ്ങി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. പിന്നീടുള്ള പ്രവർത്തനത്തിനുള്ള സാമ്പത്തിക ധനസമാഹരണത്തിന് പല വഴികൾ അന്വേഷിച്ചു. പിരിവ് നടത്തിയാൽ പണിവാളും. പിരിവിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. ജനകീയമായി തന്നെ പണം കണ്ടെത്താനുള്ള മാർഗം അന്വേഷിച്ചു. അങ്ങനെയാണ് ഒരു ദിവസം കളിക്കളത്തിനായി സദ്യ ഉണ്ണാൻ നാട് ഒരുമിച്ച് തീരുമാനിച്ചത്. വടകര, തലശ്ശേരി താലൂക്കുകളിൽ പണ്ടുകാലത്ത് കുറിക്കല്യാണം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ അവരാൽ കഴിയുന്നത് സംഭാവനയായി നൽകും. അതേ മാതൃക ഇവിടെയും സ്വീകരിച്ചു. വിളമ്പുകാരും പാചകക്കാരും എല്ലാം നാട്ടുകാർ. പാട്ടും മേളവും സിനിമയും. തലേന്ന് രാത്രി മുതൽ പന്തലിൽ നാട്ടുകല്യാണത്തിന്റെ ആരവം. ിലധികം പേർ സദ്യ ഉണ്ണാനെത്തി. പരിപാടി വമ്പൻ ഹിറ്റ്. പന്തലിൽ പിന്നണി ഗായകൻ ഷൈൻ വെങ്കിടങ്ങിന്റെയും സംഘത്തിന്റെയും മധുര സംഗീതം സദ്യയുടെ രുചിയേറ്റി. മൈതാനം മാത്രമായല്ല, നാടിന്റെ ബഹുമുഖ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇടമായാണ് രൂപകൽപ്പന. ആംഫി തിയേറ്റർ, ഓപ്പൺ ജിംനേഷ്യം, പ്രഭാത നടത്തത്തിനുള്ള ട്രാക്കുകൾ എന്നിവ കൂടി കളിക്കളത്തിന്റെ ഭാഗമാകും. റിപ്പോർട്ടർ, കണ്ണൂർ.